ഇന്ത്യ തന്നെ ഏതാണ്ട് 5ാം സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട് അല്ലേ? അതെ, കാരണം നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഭൂമിയിൽ ജീവിക്കാൻ ദുസ്സഹമാകുന്ന ഒരു കാലഘട്ടം വരികയാണെങ്കിൽ ചില വല്ല ഉൽക്കകളൊക്കെ വന്ന് ഭൂമി തകർന്നു പോയാലോ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുക എന്നുള്ളൊരു പ്ലാനും ഇപ്പോൾ ഉണ്ട്. ഇന്ത്യക്കുണ്ട്. അമേരിക്ക ഒക്കെ ചെയ്തതിന്റെ കോസ്റ്റിന്റെ പകുതി കോസ്റ്റിൽ നമ്മൾ ചെയ്യുന്നു. ഇന്ദിരാഗാന്ധി വലിയ മുൻകൈ എടുത്തു. ഓരോ രൂപയ്ക്കും നമുക്ക് ഏകദേശം 2 രൂപ 50 പൈസയോളം തിരിച്ചു കിട്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് $143 മില്യൺ ഈ ഉപഗ്രഹ വിക്ഷേപങ്ങളിലൂടെ നമുക്ക് നേടാൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ. അതെ, സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷൻ ടെലിവിഷൻ എക്സ്പെരിമെന്റ് പ്രോഗ്രാം, എങ്ങനെ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചിട്ട് ടെലിവിഷൻ പ്രോഗ്രാം ട്രാൻസ്മിറ്റ് ചെയ്യാം, എങ്ങനെ കാലാവസ്ഥ ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇമേജ് ചെയ്യാം, പ്രത്യേകിച്ചും സൈക്ലോണുകൾ. അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ഇങ്ങോട്ട് കിട്ടാൻ പോവുകയാണ്. ചന്ദ്രനിലെ മനുഷ്യവാസം ഇന്നത്തെ നിലയിൽ സാധാരണ രീതിയിൽ പ്രായോഗികമല്ല. കാരണം ചന്ദ്രനിൽ നമുക്ക് അന്തരീക്ഷമില്ല. ചൊവ്വയിലാണ് മനുഷ്യവാസത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. കാരണം ചൊവ്വയ്ക്ക് ഭൂമിയുടെ ഏകദേശം ഗ്രാവിറ്റി ഉണ്ട്, അവിടെ ജലത്തിന്റെ സാന്നിധ്യമുണ്ട്. നാസയുടെ സപ്പോർട്ടോടെ എലൺ മസ്ക് ഒരു സ്റ്റാർ ലൈനർ എന്ന് പറയുന്ന ഒരു റോക്കറ്റ് ഇപ്പൊ കഴിഞ്ഞ 6 പ്രാവശ്യം വിക്ഷേപിച്ചു. ചന്ദ്രയാൻ 4, 5 വിക്ഷേപണങ്ങൾ നമുക്ക് അനുമതി തന്നിട്ടുണ്ട്. ചന്ദ്രയാൻ 5ന്റെ ലക്ഷ്യം ചന്ദ്രന്റെ കൃത്യമായ പോളിലെത്തുകയും നമ്മുടെ ചന്ദ്രന്റെ സൗത്ത് പോളിൽ ധാരാളം ജലം ഉണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിപ്പോൾ കഴിഞ്ഞ വർഷം ഗവൺമെൻറ് അനൗൺസ് ചെയ്തു. ഭാരതി അന്തരീക്ഷ സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ നിർമ്മിക്കാനും 2028 മുതൽ 2035 വരെയുള്ള കാലഘട്ടത്തിൽ അത് നിർമ്മിച്ച് ലോഞ്ച് ചെയ്യാനും ഏകദേശം 50 ടൺ ഭാരമുള്ളതായിരിക്കും. പോയി തിരിച്ചു വന്നവരുടെ സ്ഥിതി എന്താ? സുനിത വില്യംസിനെ പോലെ ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം 4 പ്രാവശ്യം മറ്റേ യാത്ര പോയിട്ട് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള അസ്ട്രോണോട്ടാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് എൻ്റെ ഗുരുക്കന്മാരായി വന്നത്. അപ്പോൾ എനിക്കിപ്പോഴും അറിയാം കലാമിന്റെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ആണ് ഓരോരുത്തരും ഉണ്ടായിരുന്നത്, എങ്ങനെ ലീഡർമാരെ നിർമ്മിക്കാനും. സൈക്കിളിലാണ് പോയി റെയിൽവേ സ്റ്റേഷനിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരുന്നത്. അതെ. കുറുപ്പ് സാറ് നമുക്കറിയാം, മുത്തുനായകം, സതീഷ് ധവാൻ, അല്ല ഡോക്ടർ ഗുപ്ത, അങ്ങനെയൊക്കെയുള്ള വളരെ ലീഡിംഗ് ആയിട്ടുള്ള വളരെ ഫേമസ് ആയിരുന്നു. കേരളത്തിൻ്റെ പ്രിയപുത്രന്മാരിൽ ഒരാളായ ISROയുടെ മുൻ ചെയർമാൻ സോമനാഥുമായിട്ട് ഇന്നൊരു ചർച്ചയ്ക്കുള്ള അവസരം ഉണ്ടായിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. അങ്ങയെപ്പറ്റി എല്ലാവർക്കും വലിയ മതിപ്പാണ്. അങ്ങയുടെ കാലഘട്ടത്തിൽ നമ്മൾ കൈവരിച്ച നേട്ടങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങളിൽ കൂടുതൽ എത്തേണ്ടതായിട്ടുണ്ട്. തന്നെയല്ലേ ISRO, VSSC എന്നൊക്കെ പറയുന്ന സ്ഥാപനങ്ങളെപ്പറ്റി സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ അറിയാനുള്ള അവസരം ഉണ്ടാകേണ്ടതും അനിവാര്യമാണ്. അപ്പം അതുകൊണ്ടാണ് അങ്ങയുമായിട്ടൊരു ചർച്ച ചെയ്യാമെന്ന് ഞാൻ കരുതിയത്. നമുക്കറിയാം, ഈ സ്പേസുമായി ബന്ധപ്പെട്ട ബഹിരാകാശ ഗവേഷണ മേഖലകളിൽ കേരളത്തിന് വലിയൊരു പങ്കുണ്ട്. തുമ്പയിലാണ് ആദ്യമായി നമ്മുടെ ട്രൽസ് എന്ന് പറയുന്ന തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ആരംഭിക്കുന്നത്. വാസ്തവത്തിൽ അത് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് അവിടുത്തെ മത്സ്യത്തൊഴിലാളികളോടും അവിടുത്തെ ലാറ്റിൻ സമൂഹത്തോടുമാണ്. അവർ സെൻറ്റ് സേവിയേഴ്സ് പള്ളി നമുക്ക് വിട്ടു തന്നു. ഞാൻ ഇന്നും ഓർക്കുന്നു, 1963 നവംബർ 21 തോന്നുന്നു. അന്ന് ലത്തീൻ സഭയുടെ ബിഷപ്പായിരുന്ന പെരേര ബിഷപ്പ് വളരെ നല്ല ഒരു ബിഷപ്പായിരുന്നു. വളരെ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തോട് അന്ന് ISRO ആവശ്യപ്പെട്ടതാണ് അല്ലേ? അതെ. വിക്രം സാരാഭായി അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ട് പള്ളിയും സ്ഥലവും ISROയുടെ സ്ഥാപനത്തിന് വേണ്ടി വിട്ടുതരാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അന്ന് ഇടവകാംഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, സ്പിരിച്വലും ആയിട്ടുള്ള കാര്യങ്ങളും സയൻസും എല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാം മനുഷ്യ നന്മയ്ക്കാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് സഭാമക്കളോട് സംസാരിച്ച് ഈ സ്ഥലം വിട്ടു തരികയാണ് ചെയ്തത്. അവിടെയാണ് നമ്മൾ ആരംഭിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. സൈക്കിളിൽ റോക്കറ്റിന്റെ ഭാഗങ്ങളൊക്കെ വെച്ചുള്ള ചിത്രങ്ങൾ ഇന്നും വളരെ നമുക്ക് പലയിടത്തും നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. സൈക്കിളിൽ ഉന്തിക്കൊണ്ട് പോകുന്നു, ജീപ്പിൽ കൊണ്ടുപോകുന്നു, അതും അമേരിക്ക തന്ന റോക്കറ്റ് അല്ലേ? ഇതെല്ലാം നമ്മൾ ഇന്ന് ചിത്രത്തിൽ കാണുമ്പോൾ വലിയ എത്രമാത്രം ഇന്ത്യ പുരോഗമിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്ക് വിക്രം സാരാഭായിയെ മറക്കാൻ പറ്റില്ല, സതീഷ് ധവാനെ മറക്കാൻ പറ്റില്ല, ഹോമി ബാബയെ മറക്കാൻ പറ്റില്ല. ഇവരൊക്കെ ഈ മേഖലയിൽ നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. അങ്ങ് ഇപ്പോൾ ആ ഒരു പട്ടികയിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ
നമുക്കുണ്ടായിട്ടുള്ള ഈ നേട്ടങ്ങൾ ഇന്ന് സാധാരണ ജനങ്ങൾക്ക് പ്രയോജനകരമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ ശാസ്ത്രീയ വശങ്ങളിലേക്കല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പം കമ്മ്യൂണിക്കേഷൻ രംഗത്ത്, നാവിഗേഷൻ രംഗത്ത്, അതുപോലെ എർത്ത് സ്റ്റഡി, ഈ മേഖലകളിലൊക്കെ ഉണ്ടായിരിക്കുന്ന വൻപിച്ച പുരോഗതി സാധാരണ കർഷകർക്കും വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും ഒക്കെ പ്രയോജനകരമായി എങ്ങനെ മാറ്റി എന്നുള്ളത് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. തന്നെയുമല്ല, ചന്ദ്രയാൻ, മംഗളയാൻ, അതോടൊപ്പം തന്നെ ആദിത്യ തുടങ്ങിയിട്ടുള്ള പ്രോഗ്രാമുകളും ISRO വളരെ വിജയകരമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു സിനിമ കണ്ടു, അവതാർ 1 and 2. അതുപോലെ തന്നെ വേറൊരു സിനിമ കണ്ടത് മാർഷ്യൻ, ഇൻഡർസ്റ്റെല്ലാർ മുതലായ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസികമായ അവസ്ഥ, അല്ലെങ്കിൽ അറിയാനുള്ള കൂടുതൽ അവസരങ്ങൾ, ഇതെല്ലാമാണ് അങ്ങേയുമായിട്ടൊരു ചർച്ചയ്ക്ക് എന്നെ പ്രേരിപ്പിച്ചത്. വളരെ സന്തോഷം, വളരെ സന്തോഷം. അപ്പോൾ ഇന്നത്തെ ബഹിരാകാശ രംഗത്തുള്ള വൻപിച്ച പുരോഗതി സാധാരണ ജനങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടും, നാളെ എങ്ങനെ വരും? ഇന്ത്യ തന്നെ ഏതാണ്ട് 5ാം സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട്, അല്ലേ? അതെ. അപ്പം അമേരിക്ക, ചൈന ഒക്കെ കഴിഞ്ഞാൽ പിന്നെ 5ാം സ്ഥാനം യൂറോപ്പ്, ജപ്പാൻ, അത് കഴിഞ്ഞാൽ നമ്മളാണ്. അതെ. തന്നെയുമല്ല, നമ്മൾ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നിങ്ങൾ ചെയ്യുന്നു. അതാണ് ഞാനിത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അമേരിക്കയൊക്കെ ചെയ്തതിൻ്റെ കോസ്റ്റിൻ്റെ പകുതി കോസ്റ്റിൽ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അങ്ങനെയോട് സംസാരിക്കാമെന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് എന്ത് പ്രയോജനം ഇതുകൊണ്ട്? കർഷകർക്ക് എന്ത് പ്രയോജനം? ജനങ്ങൾക്ക് എന്ത് പ്രയോജനം? എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്പേസ് പ്രോഗ്രാം തുടങ്ങിയപ്പോൾ തന്നെ ഈ ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത്. എങ്ങനെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് സ്വാതന്ത്ര്യാനന്തരം, ഞങ്ങൾക്കറിയാം നമ്മൾ സ്പേസ് പ്രോഗ്രാം തുടങ്ങിയത് സതീഷ് ധവാനും ഒക്കെ മുമ്പ് സാരാഭായിയും ഹോമി ഭാബയും ചേർന്നാണ്. അവർ ആറ്റോമിക് എനർജിയിലും സ്പേസ് മേഖലയിലും ആദ്യ ചുവടുകൾ വയ്പ്പിക്കുമ്പോൾ ആ വിഷനെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊരു നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റം വളരെ മുന്നോട്ട് വന്നു. മാത്രമല്ല, അന്ന് സ്പേസ് ഇന്ദിരാഗാന്ധി വലിയ മുൻകൈ എടുത്തു. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഈ സ്പേസിൻ്റെ പ്രയോജനം എങ്ങനെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കാം എന്നുള്ളത് തന്നെയായിരുന്നു സാരാഭായിയുടെ ആദ്യ ലക്ഷ്യവും. അങ്ങനെയാണ് അന്ന് സൈറ്റ് പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്തത്. സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷൻ ടെലിവിഷൻ എക്സ്പെരിമെൻറ്റ് പ്രോഗ്രാം, എങ്ങനെ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചിട്ട് ടെലിവിഷൻ പ്രോഗ്രാം ട്രാൻസ്മിറ്റ് ചെയ്യാം, എങ്ങനെ കാലാവസ്ഥ ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇമേജ് ചെയ്യാം. പ്രത്യേകിച്ചും സൈക്ലോണുകൾ വന്ന് നമ്മുടെ തീരങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന വലിയൊരു കാര്യം അന്നുണ്ടായിരുന്നു. ഇന്നുകൊണ്ട് ആന്ധ്രാപ്രദേശിലും ഒറീസയുടെ തീരങ്ങളും ഒക്കെ. മാത്രമല്ല, അന്ന് കൃഷി വികസിപ്പിക്കേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. 35-40 കോടി ജനങ്ങളുണ്ടായിരുന്നെങ്കിലും അന്ന് കൃഷിയുടെ വർദ്ധിപ്പിക്കേണ്ട ഹരിത വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് കടന്നു പോവുകയാണ്. എങ്ങനെ സ്പേസ് ഉപയോഗിച്ചാക്കാം ആ മേഖലയിൽ നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാം, എങ്ങനെ രാജ്യത്തിൻ്റെ റിസോഴ്സുകളെ മാപ്പ് ചെയ്യാം, കാർട്ടോഗ്രാഫി, സർവേ റെക്കോർഡുകൾ, ജലത്തിൻ്റെ ലഭ്യത, എങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾക്ക് സ്പേസ് ഉപയോഗിക്കാം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അന്ന് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീട് പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾക്ക് അതിനനുസരിച്ചുള്ള ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും ഒക്കെ കഴിഞ്ഞത്. പക്ഷേ ഇന്ന് എനിക്ക് നോക്കുമ്പോൾ പറയാൻ 353 ഉപഗ്രഹങ്ങൾ നിർമ്മിച്ചു. അത് നമ്മൾ നിർമ്മിച്ച 130 ഉപഗ്രഹങ്ങൾ ഇന്ത്യക്ക് വേണ്ടി. പക്ഷേ 400 ചില്ലാനും ഉപഗ്രഹങ്ങൾ മറ്റ് രാഷ്ട്രങ്ങൾ നമ്മൾ വിക്ഷേപിച്ചിട്ടുണ്ട്. അതാണ് മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് അല്ലല്ല, ആ രാജ്യങ്ങളിൽ ഉപഗ്രഹങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇന്ത്യയിലെ റോക്കറ്റുകൾ ഉപയോഗിച്ച് നമ്മൾ വിക്ഷേപിച്ചു. അങ്ങനെ നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ചും കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സാറിനറിയാം, നമ്മുടെ എല്ലാ ടെലിവിഷൻ പ്രോഗ്രാമുകളുടെ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ബാക്കിൽ ഇന്ന് DTH സർവീസിൻ്റെ പുറകിൽ നമ്മുടെ ഉപഗ്രഹങ്ങളാണ്. അതുപോലെ നമ്മുടെ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ കണക്ടിവിറ്റി, വിസാറ്റ് കണക്ടിവിറ്റി എല്ലാം ATMകളൊക്കെ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ നമ്മുടെ മൊബൈൽ സർവീസസിൻ്റെ ഒരു ബാക്ക് ഹോൾ സപ്പോർട്ട്, പ്രൈമറി സപ്പോർട്ട് കേബിൾ ആണെങ്കിലും അതിൻ്റെ ബാക്കിലൊരു സാറ്റലൈറ്റ് സപ്പോർട്ടുണ്ട്. ഞാനിവിടെ ഗൾഫിൽ പോയപ്പം അവിടെയുള്ള ചെലവും ഇവിടെയുള്ള ഈ മൊബൈലിൻ്റെ അതിന് വേണ്ടിയിട്ടുള്ള ചെലവ് നോക്കുമ്പോൾ ഇവിടെ വളരെ പകുതിയാണെന്നാണ് പറയുന്നത്. അതെ, നമ്മുടെ ഇവിടെ മൊബൈൽ റേറ്റിംഗ് ഒരു ഗഗാബൈറ്റ്സിന് ഉള്ള ചെലവ് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടായതാണ്. സ്പേസ് ഒരു നിമിത്തം മാത്രമാണ്. പക്ഷേ പൊതുവേ ഇന്ത്യയിൽ ഡിജിറ്റൽ റവല്യൂഷൻ നന്നായിട്ട് സംഭവിച്ചു. അത് പല മേഖലകളിൽ, പ്രത്യേകിച്ചും ടെലിഫോണിൻ്റെ ടെക്നോളജി റവല്യൂഷനൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സ്പേസ് മേഖലയിൽ നമ്മൾക്ക് ഇന്ന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു സ്റ്റഡി നടത്തിയായിരുന്നു ISROയിൽ. നമ്മൾ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്ത പണത്തിൻ്റെ എത്രമാത്രം പ്രതിഫലം നമുക്ക് കിട്ടിയെന്ന്. ഓരോ രൂപയ്ക്കും നമുക്ക് ഏകദേശം
₹2.50 തിരിച്ച് കിട്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് അതിനെ ഒരു മോണിറ്ററി ലെവലിൽ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. $143 മില്യൺ ഈ ഉപഗ്രഹ വിക്ഷേപങ്ങളിലൂടെ നമുക്ക് നേടാൻ കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കാൻ. അതെ അല്ലേ? അതെ, അതൊരു വലിയ നേട്ടമല്ലേ? തീർച്ചയായിട്ടും വലിയ നേട്ടമാണ്. ഞാൻ ചെയർമാനായിരിക്കുമ്പോഴാണ് നമ്മൾ വൺ വെബ് എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് കമ്പനിക്ക് വേണ്ടി 72 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത് GSL മാർത്തർ ഉപയോഗിച്ചിട്ട്. 2 വിക്ഷേപണങ്ങൾക്ക് ഏകദേശം ഒരു 1000 കോടിയോളം ചിലവുള്ള വിക്ഷേപണമായിരുന്നു അത്. അപ്പോൾ അത്തരം വിക്ഷേപണങ്ങൾ നമുക്കിപ്പോൾ നടത്താൻ കഴിയുന്നുണ്ട്. വലിയ നേട്ടമാണ് തീർച്ചയായിട്ടും. നമ്മൾ ഈ വരും വർഷങ്ങളിൽ താങ്കൾ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ സംസാരിച്ചല്ലോ 400-ലധികം വിദേശ ഉപഗ്രഹങ്ങൾ ഇന്ത്യൻ റോക്കറ്റുകൾ ഉപയോഗിച്ച് നമ്മൾ വിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലയിലും ഇനി വരും വർഷങ്ങളിൽ കൂടുതൽ വിക്ഷേപണങ്ങൾ നടത്താൻ കഴിയും. അതിനുവേണ്ടി റോക്കറ്റുകൾ നിർമ്മാണം വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇസ്രോ. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ഇങ്ങോട്ട് കിട്ടാൻ പോവുകയാണ്. തീർച്ചയായിട്ടും കിട്ടും. ₹1 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ₹2.5 നമുക്ക് കിട്ടുക, അതിനുള്ള ഫലം കിട്ടുകയാണ്. ഇപ്പോൾ ഞാൻ വേറൊരു കാര്യം ചോദിക്കാം സാർ, നമുക്ക് ഇപ്പോൾ സൈക്ലോൺ വന്ന് പണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുമായിരുന്നു. ഇന്ന് നമുക്കറിയാം നമ്മുടെ സൈക്ലോൺ വാർണിംഗ് കാരണം ഇന്ന് ആരും മരിക്കുന്നൊന്നുമില്ല. ചിലപ്പോൾ അതെ, അത് എന്നോട് പലരും പറഞ്ഞു, നേരത്തെ ഇൻഫർമേഷൻ കിട്ടിയത് കൊണ്ടാണ് ആളുകൾ ഒഴിപ്പിക്കാനും. പക്ഷേ വസ്തുക്കൾക്ക് നാശം ഉണ്ടാകും, പക്ഷെ മനുഷ്യ നാശം ഉണ്ടാകുന്നില്ല. അപ്പോൾ അത് നമ്മൾ എത്ര തുകയിട്ട് കണക്കാക്കിയാലാണ് ലാഭം എന്ന് പറയാൻ കഴിയുക. അത് തീർച്ചയായിട്ടും ഇത് വളരെ വലിയൊരു നേട്ടമാണ്. ഈ കാർഷിക മേഖലയിൽ നമുക്ക് ഇന്നറിയാം, ഇന്ന് നമ്മൾ ഈ ഇന്ത്യയെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 7 പ്രധാനപ്പെട്ട കൃഷി ഔട്ട്പുട്ട്, അതായത് അരി, ഗോതമ്പ്, ചോളം, ബജ്ര മുതലായ അങ്ങനെ ഉള്ള എല്ലാ വസ്തുക്കളുടെയും എസ്റ്റിമേഷൻ ഇന്നിപ്പോൾ നമ്മൾ ഉപഗ്രഹം വഴിയാണ് നടത്തുന്നത്. ഓരോ വർഷവും നമ്മൾ കൃഷി തുടങ്ങിക്കഴിഞ്ഞാൽ അത് എത്ര മില്യൺ ടൺ നമുക്ക് ഈ വർഷം ഉണ്ടാകും എന്നുള്ള എസ്റ്റിമേഷൻ നമ്മുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടും. അതനുസരിച്ച് നമ്മൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഡിസിഷനുകൾ എടുക്കുന്നതും അതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പ്രൈസ് ഫിക്സേഷൻ നടക്കുന്നത്. അപ്പോൾ അതൊരു വലിയ പ്രത്യേക കാര്യമാണ്. രണ്ടാമത്, ഇന്ന് കൃഷിനാശം ഉണ്ടായാൽ ഇൻഷുറൻസ് കൊടുക്കാനുള്ള നമ്മളൊരു സ്കീം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്, കേന്ദ്ര അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇൻഷുറൻസ് സ്കീമിൽ അഗ്രികൾച്ചർ നാശമുണ്ടായതിൻ്റെ തെളിവ് നമ്മൾ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഇമേജുകൾ വെച്ചാണ് ബാങ്കുകൾ ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സൗകര്യമുണ്ട്. കൃഷിക്ക് വേണ്ടിയുള്ള ജലസേചനം, അപ്പോൾ ജലം തുറന്നു വിടാനും ഭൂമിയിൽ ജലത്തിൻ്റെ കുറവുണ്ട് എന്ന് മനസ്സിലാക്കാനും ഇന്ന് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് കഴിയുന്നുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ഓട്ടോമേഷനും ഡ്രോണും ഒക്കെ വന്നപ്പോൾ അത് കൂടുതൽ. പിന്നെ കാലാവസ്ഥ ഒരുപാടുണ്ട് സർ. കാലാവസ്ഥയ്ക്ക് നമ്മൾ ഇന്ന് 3 ഉപഗ്രഹങ്ങൾ നമുക്ക് ഇൻസാറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, ഈ കാലാവസ്ഥ നേരത്തെ പ്രവചിച്ചാൽ കർഷകർക്ക് അതനുസരിച്ച് പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കാമല്ലോ. തീർച്ചയായിട്ടും എടുക്കാം. ഇത് കൃഷിക്ക് മാത്രമല്ല, നമുക്ക് കാലാവസ്ഥ ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമുണ്ട്, സ്പോർട്സിന് ആവശ്യമുണ്ട്, ഒരു പ്രധാന ഫംഗ്ഷൻ നടത്താൻ ആവശ്യമുണ്ട്. ഇപ്പോൾ ആളുകൾ കാലാവസ്ഥ പലപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ മൊബൈലൊക്കെ നോക്കി അന്നത്തെ കാലാവസ്ഥ എന്തായിരിക്കും, ചൂടെന്തായിരിക്കും, തണുപ്പെന്തായിരിക്കും, മഴയുണ്ടാകുമോ, മഞ്ഞ് വീഴുമോ എന്നൊക്കെ നോക്കുന്ന. പണ്ടൊക്കെ കാലാവസ്ഥ പ്രവചനം വലിയ ആക്യുറേറ്റ് അല്ലായിരുന്നു. ഇന്ന് ഉപഗ്രഹങ്ങളിലും മറ്റ് സാങ്കേതികവിദ്യയുടെ വികാസം കൊണ്ടിന്ന് അതെ ഇന്ന് വളരെ ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ലോക്കൽ പ്രഡിക്ഷനും സിറ്റി പ്രഡിക്ഷനൊക്കെ വളരെ ആക്യുറേറ്റ് ആയി വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കാലാവസ്ഥ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജല സ്രോതസ്സുകൾ, അതുപോലെ ടാങ്കുകൾ, വാട്ടർ കാച്ച്മെൻറ്റ് ഏരിയകൾ, ഫോറസ്റ്റിൻ്റെ സർവേ റെക്കോർഡുകൾ, ഡ്രൈ ഏരിയകളെ തിരിച്ച് കൃഷിയോഗ്യമാക്കി മാറ്റാൻ കഴിയുന്ന എത്രയുള്ള സ്ഥലങ്ങളാണ്, എവിടെയൊക്കെയാണ് പുതു കൃഷികൾ നടത്താൻ കഴിയുക. പ്രത്യേകിച്ച് ഞാൻ പറയാം, നമ്മുടെ ഇന്ന് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ വളരെ വ്യാപകമായിട്ട് നമ്മൾ സാറ്റലൈറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പുതിയ കൃഷിയിടങ്ങൾ കണ്ടെത്താനും ഹോർട്ടിക്കൾച്ചർ ഏരിയയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും. അല്ലെ, ഇടയ്ക്ക് വന്നത് ചന്ദ്രയാൻ പദ്ധതി, അതാണല്ലോ ഏറ്റവും അങ്ങയുടെ കാലത്ത് ഏറ്റവും. ചന്ദ്രയാൻ 3ന്റെ വിഷയം ചന്ദ്രനിൽ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്തത്. അത് പൂർണ്ണമായി വിജയമായി എന്ന് പറയാൻ കഴിയില്ല. പൂർണ്ണമായി വിജയമായിരുന്നു. ചന്ദ്രയാൻ 2-ലായിരുന്നു നമുക്ക് ലാൻഡ് ചെയ്യാൻ പ്രയാസം ഉണ്ടായത്. നമ്മൾ ചന്ദ്രയാൻ 3-ൽ സൗത്ത് പോളിനടുത്ത് ഇറങ്ങുകയും പിന്നെ അതിൽ നിന്ന് റോവർ പുറത്തു വന്ന് നമ്മൾ ഏകദേശം 5 എക്സ്പെരിമെൻറ്റുകൾ ചെയ്യാനുണ്ടായിരുന്നു. 2 ആഴ്ച കാലം അത് ചന്ദ്രയാൻ വ്യക്തമായിട്ട് പ്രവർത്തിച്ചു. അതിൽ നിന്നുള്ള എല്ലാ ശാസ്ത്ര നേട്ടങ്ങളും നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഇല്ല, അത് 2 ആഴ്ചത്തേക്ക് വേണ്ടി മാത്രമാണ് അത് നിർമ്മിച്ചിരുന്നത്. 2 ആഴ്ച കഴിയുമ്പോൾ അത് അവിടെ രാത്രിയാവും. പിന്നെ 15 ദിവസം രാത്രി സമയത്ത് ആ ഉപഗ്രഹത്തിന്റെ പ്രവർത്തനം നിലച്ചു പോകും. അത് ചന്ദ്രന്റെ സ്ഥിതി എന്താണ്? നമ്മുടെ മനുഷ്യവാസം അവിടെ പ്രായോഗികമാണോ? ചന്ദ്രനിലെ മനുഷ്യവാസം ഇന്നത്തെ നിലയിൽ സാധാരണ രീതിയിൽ പ്രായോഗികമല്ല. കാരണം ചന്ദ്രനിൽ നമുക്ക് അന്തരീക്ഷമില്ല. പക്ഷേ നമുക്ക് ഇന്ന് തോന്നുന്നത് ചൊവ്വയിലാണ് മനുഷ്യവാസത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. കാരണം ചൊവ്വയ്ക്ക് ഭൂമിയുടെ ഏകദേശം ഗ്രാവിറ്റി ഉണ്ട്, ആകർഷണ ബലമുണ്ട്.
ചൊവ്വ കറങ്ങുന്നത് 24 മണിക്കൂറിൽ ഒരു പ്രാവശ്യം വെച്ചിട്ടാണ്. ചൊവ്വയിലെ ദിവസവും ഭൂമിയിലെ ദിവസവും ഏകദേശം ഒന്ന് തന്നെയാണ്. അവിടെ ജലത്തിൻ്റെ സാന്നിധ്യമുണ്ട്, അവിടെ അന്തരീക്ഷവും ചെറുതായിട്ടുണ്ട്. അപ്പോൾ അന്തരീക്ഷം ചെറുതായിട്ടുണ്ട്. പക്ഷെ അവിടെ അതുകൊണ്ട് നമുക്ക് അവിടെ ഇതുപോലുള്ള അന്തരീക്ഷം പുതിയതായിട്ട് ഉണ്ടാക്കാമെന്നും മനുഷ്യനവിടെ താമസിക്കാമെന്നുമാണ് ഇന്ന് എല്ലാവരും കണ്ടെത്തുന്നത്. അതുകൊണ്ടാണ് എലൺ മസ്കിനെ പോലുള്ളവരൊക്കെ ചൊവ്വയിലേക്ക് പോകാനും കോളനി സ്ഥാപിക്കാനും ഒക്കെ ശ്രമിക്കുന്നത്. ഞാൻ ഈ ടൈം വാരികയിൽ വായിച്ചു, ഒരു പേടകം ഉണ്ടാക്കുകയാണ്. അതെ, ഇത്രയോ 150 ആളുകളെ കൊണ്ടുപോകാനും അവർ കുറേ മാസങ്ങൾ അവർക്ക് അവിടെ താമസിക്കാനും കഴിയത്തക്ക നിലയിൽ നാസ തന്നെ ഇത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നാസയുടെ സപ്പോർട്ടോടെ എലൺ മസ്ക് ഒരു സ്റ്റാർ ലൈനർ എന്ന് പറയുന്ന ഒരു റോക്കറ്റ് ഇപ്പോൾ കഴിഞ്ഞ 6 പ്രാവശ്യം വിക്ഷേപിച്ചു. 1-2 പ്രാവശ്യം പോയെങ്കിലും അത് വിജയകരമാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അത് ഉപയോഗിച്ചിട്ട് ചൊവ്വയിലെത്തുകയും ചൊവ്വയിൽ തിരിച്ച് ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാനും കഴിയുന്ന ഒരു റോക്കറ്റ് നിർമ്മിക്കുക എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷത്തിനുള്ളിൽ സാധ്യത ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ആളുകൾക്ക് ഇനി ഭൂമിയിൽ താമസിക്കുന്നതിന് പകരം ചൊവ്വയിൽ പോയി തീർച്ചയായിട്ടും പോകണം. കാരണം നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഭൂമിയിൽ ജീവിക്കാൻ ദുസ്സഹമാകുന്നൊരു കാലഘട്ടം വരികയാണെങ്കിൽ ചില വല്ല ഉൽക്കകളൊക്കെ വന്ന് ഭൂമി തകർന്നു പോയാലോ, ഏതെങ്കിലും കോവിഡ് പോലുള്ള മഹാമാരി വന്നുകളിൽ മൊത്തം മനുഷ്യരില്ലാതാകുകയോ ഒക്കെ ചെയ്യാവുന്നൊരു കാലഘട്ടം ഇല്ലയെന്ന് നമുക്ക് പറയാനാവില്ല. ഇന്നായിരിക്കില്ല, അത് ചിലപ്പോൾ 100 വർഷമോ 1000 വർഷമോ ശേഷമായിരിക്കും. അപ്പോൾ മറ്റൊരു ഗ്രഹത്തിൽ പോയി താമസിക്കാൻ കിട്ടാവുന്ന കഴിവ് തീർച്ചയായിട്ടും നല്ലതല്ലേ. അപ്പോൾ ഈ ചന്ദ്രയാൻ്റെ അടുത്ത ഘട്ടം ഏതാണ്? ചന്ദ്രയാൻ ഇപ്പോൾ പുതിയതായിട്ട് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിരിക്കുന്നത് ചന്ദ്രയാൻ 4-5 വിക്ഷേപണങ്ങൾ നമുക്ക് അനുമതി തന്നിട്ടുണ്ട്. അതിൽ 4 വിക്ഷേപണത്തിൻ്റെ ലക്ഷ്യം ചന്ദ്രനിൽ പോയി ഇറങ്ങുക മാത്രമല്ല, അവിടുന്ന് സാമ്പിളുകൾ കളക്ട് ചെയ്ത് തിരിച്ചിവിടെ കൊണ്ടുവരാനുള്ള ഒരു വിക്ഷേപണമാണ്. ചന്ദ്രയാൻ 5ൻ്റെ ലക്ഷ്യം ചന്ദ്രൻ്റെ കൃത്യമായ പോളിലെത്തുകയും നമ്മുടെ ചന്ദ്രൻ്റെ സൗത്ത് പോളിൽ ധാരാളം ജലം ഉണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഡ്രില്ല് ചെയ്ത് അടിയിൽ നിന്ന് വെള്ളം, ഐസ് പോലെയുള്ള വെള്ളം എടുത്ത് പരിശോധിക്കുക, അങ്ങനെ 100 ദിവസം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അത് ജപ്പാനുമായിട്ട് ചേർന്നുള്ളൊരു വിക്ഷേപണമാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. 2040 മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുക എന്നുള്ളൊരു പ്ലാനും ഇപ്പോൾ ഉണ്ട്, ഇന്ത്യക്കുണ്ട്, ISRO ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടത്തിലുള്ള ബഡ്ജറ്റൊക്കെ നമുക്കിപ്പോൾ സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ നേട്ടമാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു 2040 മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ബഹിരാകാശം ഇപ്പം നമ്മൾ മനുഷ്യനെ അയക്കുന്നതിനെ സംബന്ധിച്ച് നമ്മുടെ ഗഗൻയാൻ പ്രോഗ്രാമാണ് മനുഷ്യനെ അയക്കുന്ന പ്രോഗ്രാം. കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് നമ്മൾ അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ വർഷം ആദ്യ വിക്ഷേപണം നടക്കും. അതിൽ മനുഷ്യനുണ്ടാവില്ല, ഒരു റോബോട്ടായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഒരു 3 വിക്ഷേപണങ്ങൾ നടത്തിയ ശേഷം 4ാമത്തെ വിക്ഷേപണത്തിലായിരിക്കും നമ്മൾ മനുഷ്യനെ കൊണ്ടുപോകുക. അടുത്ത വർഷം 2026 നടത്തണമെന്നാണ് ഇപ്പോൾ പ്ലാൻ. ഇപ്പോൾ ഏകദേശം അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി 4 ആസ്ട്രോനോട്ടുകളെ തിരഞ്ഞെടുക്കപ്പെട്ടു. അതിൽ 2 പേര് ഇപ്പോൾ അമേരിക്കയിൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോകാൻ തയ്യാറെടുക്കുന്നു. അടുത്ത ജൂൺ മാസത്തിൽ അവർ പോകും. നാസയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. നമ്മൾ റഷ്യയിൽ ആദ്യം 1 വർഷത്തോളം ട്രെയിനിങ് കഴിഞ്ഞു. അതിനുശേഷം നാസയിൽ ഇപ്പോൾ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. നമുക്ക് ഇതുപോലെ മനുഷ്യരെ നാസ ചെയ്യുന്നത് പോലെ അവിടേക്ക് അയക്കുകയും തിരിച്ച് അതുപോലെ ബഹിരാകാശത്തിൽ കൊണ്ടുവരികയും ചെയ്യാനുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും നമുക്കിന്നുണ്ട്. റോക്കറ്റ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രൂ മോഡ്യൂൾ അത് നമ്മൾ ഡിസൈൻ ചെയ്ത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലൈഫ് സപ്പോർട്ട് സിസ്റ്റം, മനുഷ്യനെ ജീവനോടെ നിലനിർത്താനും സുഖമായിട്ടിരിക്കാനും പറ്റുന്ന അതിനുള്ള ടെക്നോളജികൾ, സൂട്ടുകൾ, പാരച്യൂട്ടുകൾ, ഇതെല്ലാം നമ്മൾ തയ്യാറാക്കി. നമുക്കൊരു സ്റ്റേഷൻ ഉണ്ടാവും ഇവിടെ, മറ്റേ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പോലെ. അതുകൊണ്ട് അതിപ്പോൾ കഴിഞ്ഞ വർഷം ഗവൺമെൻറ് അനൗൺസ് ചെയ്തു, ഭാരതി അന്തരീക്ഷ സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ നിർമ്മിക്കാനും 2028 മുതൽ 2035 വരെയുള്ള കാലഘട്ടത്തിൽ അത് നിർമ്മിച്ച് ലോഞ്ച് ചെയ്യാനും ഏകദേശം 50 ടൺ ഭാരമുള്ളതായിരിക്കും. അതിലായിരിക്കും ഇവർ നിൽക്കുന്നത്. അത് വേറൊരു തരത്തിലുള്ള മനുഷ്യ എക്സ്പെരിമെൻ്റാണ്. നമുക്ക് സീറോ ഗ്രാവിറ്റി, മൈക്രോ ഗ്രാവിറ്റി പോലുള്ള എൻവയോൺമെൻറ്റിൽ പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. ചന്ദ്രനിൽ പോകുക എന്നുള്ളത് മറ്റൊരു പ്രവർത്തനമാണ്. ചന്ദ്രനിൽ പോകുന്നത് 2040 നടക്കുകയുള്ളൂ. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ 2032 മുതൽ 35 വരെയുള്ള കാലഘട്ടത്തിൽ തയ്യാറാവും. പോയി തിരിച്ചു വന്നവരുടെ സ്ഥിതി എന്താ? സുനിത വില്യംസ് അമേരിക്കയിലെ ബോയിങ്ങിൽ പോയി ഇപ്പോൾ സ്റ്റാർ ലൈനിൽ ക്രൂ ഡ്രാഗണിൽ തിരിച്ചു വന്നിടത്തോടെ അവരിപ്പോൾ മെഡിക്കൽ ക്വാറന്റൈനിലാണ്. ഹോസ്പിറ്റലാണെന്ന് തന്നെ പറഞ്ഞുകൂടാ. കാരണം സ്പേസിൽ പോയി കഴിഞ്ഞാൽ 1 വർഷത്തോളം താമസിച്ചു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ കുറേ മാറ്റങ്ങളുണ്ടാവും. മസിലുകൾ വീക്കാവും, എല്ലുകൾക്ക് ശക്തി കുറയും, നമ്മുടെ ഫിസിയോളജിക്ക് കുറച്ച് മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ തിരിച്ച് ഭൂമിയിൽ ഗ്രാവിറ്റിയിൽ ജീവിക്കണമെങ്കിൽ കുറച്ച് നാൾ റീകണ്ടീഷൻ ചെയ്യണം. അത് ഭൂമിയിൽ അത് അത് അവർ ഏകദേശം 1 മാസം 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ്. എക്സർസൈസും ഭക്ഷണ റൊട്ടീനും ടെസ്റ്റിങ്ങും ഒക്കെ ആയിട്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരും പ്രാർത്ഥനയോടെ
തീർച്ചയായിട്ടും വേണമല്ലോ, കാരണം ഇന്ത്യയുമായിട്ടൊരു ബന്ധമുള്ള ഒരാളാണല്ലോ. ഹാഫ് ഇന്ത്യക്കാരി ആയതുകൊണ്ട്. അതെ, പക്ഷെ അവർ അമേരിക്കൻ സിറ്റിസൺ ആണ് എങ്കിൽ പോലും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം തീർച്ചയായിട്ടും നമ്മൾ അത് മാത്രമല്ല, ഒരാൾ അവിടെ പോയിട്ട് തിരിച്ചു വരാൻ കഴിയാതെ ഇത്രയും കാലം നിന്നിട്ട് പിന്നെ തിരിച്ചു വരികയല്ലേ. അതെ, അതൊരു വലിയൊരു അല്ല, അവർ അതിനു മുമ്പ് ഇത്രയും വർഷക്കാലം നിന്നിട്ടുള്ളവരാണ്. ഇത് ആദ്യമായിട്ട്, പിന്നെ ഇത് ആദ്യമായിട്ടൊന്നും അല്ല, ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം 4 പ്രാവശ്യം കൊണ്ട് യാത്ര ചെയ്ത് അവിടെ പോയിട്ട് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ് അവർ. അത് വലിയൊരു സാഹസികമായ ഒരു യാത്രയായിരുന്നു. തീർച്ചയായിട്ടും സാഹസികരാണല്ലോ, കാരണം നമ്മൾ പറയും ലോകത്തിലെ എല്ലാ കണ്ടെടുത്തുകളും സാഹസികരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണല്ലോ. താങ്കളും അങ്ങനെ ഒരു സാഹസികനല്ല. അവരെന്ന് പറഞ്ഞല്ലോ, അവിടെ നോക്കുമ്പോൾ ഇന്ത്യ, ലോകം അതിമനോഹരമായി. തീർച്ചയായിട്ടും നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് അതിരുകളില്ലാത്ത ഭൂമിയെക്കുറിച്ച് കാണുന്നത്. രാഷ്ട്രങ്ങളുടെ അതിരുകൾ മായുന്നു, മനുഷ്യ തമ്മിലുള്ള അതിരുകൾ മായുന്നു, ഒരു മനോഹരമായ നീല ഗോളം കാണുന്നു എന്നൊക്കെ പോയവരെല്ലാം പറയുന്നൊരു മനോഹരമായ വാചകമാണ്. നമ്മുടെ APJ അബ്ദുൽ കലാം നമ്മുടെ ISROയ്ക്ക് വലിയ സംഭാവന നൽകി. തീർച്ചയായിട്ടും അദ്ദേഹമായിരുന്നല്ലോ നമ്മുടെ ആദ്യത്തെ റോക്കറ്റിൻ്റെ പ്രോജക്ട് ഡയറക്ടർ, SLV-3യുടെ പ്രോജക്ട് ഡയറക്ടർ. അതെന്നല്ലേ? അതെ. അപ്പോൾ സതീഷ് ധവാനാണ് അദ്ദേഹത്തിന് ആ ജോലി ഏൽപ്പിച്ചത്. അപ്പം ഞാനൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ അബ്ദുൽ കലാമിൻ്റെ ആ റോക്കറ്റ് വിക്ഷേപണം കഴിഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് എൻ്റെ ഗുരുക്കന്മാരായി വന്നത്. അപ്പോൾ എനിക്കിപ്പോഴും അറിയാം കലാമിൻ്റെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ആണ് ഓരോരുത്തരും ഉണ്ടായിരുന്നല്ലോ, എങ്ങനെ ലീഡർമാരെ നിർമ്മിക്കാനും കാര്യങ്ങളും മുന്നോട്ട്. ആ കാലഘട്ടത്തിൽ ഒത്തിരി ആളുകൾ കഷ്ടപ്പെട്ടിരുന്നു. ഞാൻ അറിഞ്ഞത് അന്ന് തുമ്പയിൽ നിന്ന് ആളുകൾ സൈക്കിളിലാണ് പോയി റെയിൽവേ സ്റ്റേഷനിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരുന്നത്. അതെ അതെ അതെ. അപ്പോൾ അവരുടെയൊക്കെ ഒരു തുല്യ ത്യാഗം ഇതിനകത്തുണ്ട്. അവരൊക്കെ അമേരിക്കയിൽ നിന്ന്, അന്ന് സതീഷ് ധവാൻ അമേരിക്കയിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ലീഡിങ് സയൻറ്റിസ്റ്റുകളാണ് ഇന്ത്യയിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന് ഷെഡുകളിലൊക്കെയാണ് അവർ വർക്ക് ചെയ്തിരുന്നത്. വലിയ ശമ്പളങ്ങളൊന്നും ഇല്ലാതെ വലിയ കഷ്ടപ്പാടുകളിലൊക്കെ ആദ്യ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ. കുറുപ്പ് സാറ് നമുക്കറിയാം, മുത്തുനായകം, സതീഷ് ധവാൻ, അല്ല ഡോക്ടർ ഗുപ്ത, അങ്ങനെയൊക്കെയുള്ള വളരെ ലീഡിങ് ആയിട്ടുള്ള വളരെ ഫേമസ് ആയിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് ആളുകൾ അന്ന് അക്കാലഘട്ടത്ത് അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലും ഒക്കെ വർക്ക് ചെയ്യുന്നവർ ഇന്ത്യയിൽ വന്ന് ആണ് ഈ ശാസ്ത്ര സ്ഥാപനങ്ങൾ അന്ന്. ഈ തുമ്പ തിരഞ്ഞെടുക്കാനുള്ള കാര്യം ഇക്വേറ്ററിൻ്റെ, തുമ്പയുടെ പ്രധാനപ്പെട്ട ഒരു എന്ന് വെച്ചാൽ അത് നമ്മുടെ മാഗ്നറ്റിക് ഇക്വേറ്റർ. നമ്മുടെ ഇക്വേറ്റർ കുറച്ചും കൂടെ മാറിയാണ്, പക്ഷേ നമ്മുടെ കാന്തിക ഒരു വലയം, അതിനൊരു ഇക്വേറ്റർ ഉണ്ട്, അതിനൊരു ന്യൂട്രൽ പ്ലെയിൻ ഉണ്ട്. അതിലൊരു പ്രത്യേകതയുണ്ട്. ആ സ്ഥലത്ത് നമ്മൾ ആകാശത്തിലൊരു 100 കിലോമീറ്റർ ഉയരത്തിൽ ഒരുപാട് പ്രതിഭാസങ്ങൾ നടക്കുന്നുണ്ട്. ഇക്വറ്റോറിയൽ ഇലക്ട്രോജെറ്റ് എന്ന് പറയും. അത് പഠിക്കാനായിട്ട് ആദ്യ കാലഘട്ടത്തിൽ ചെറിയ റോക്കറ്റുകൾ വിക്ഷേപിച്ചിരുന്നു, സൗണ്ടിങ് റോക്കറ്റുകൾ. അത് വിക്ഷേപിക്കുന്ന സ്ഥലം അന്വേഷിച്ച് നടന്നാണ് തുമ്പ കണ്ടുപിടിച്ചത്. അങ്ങനെയാണ് തുമ്പയിൽ വരാൻ കാര്യം. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വിക്ഷേപിച്ചിട്ട് ഭൂമിക്കും സൂര്യനിടയ്ക്കുള്ള ഒരു പോയിന്റ്, ലഗ്രാഞ്ചിയൻ പോയിന്റിലാണ് നമ്മൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. സൂര്യൻ ഇടയ്ക്കിടയ്ക്ക് വളരെ ശക്തമായിട്ട് പുറത്തേക്ക് പാർട്ടിക്കിളുകളെ ടൺ കണക്കിന് ഭൂമിയുടെ അത്രയും ഭാരമുള്ള അത്രയും വസ്തുക്കളെ പുറത്തേക്ക് എറിയും. ഏകദേശം 100 വേക്കൻസിക്ക് വേണ്ടി നടത്തുന്ന റിക്രൂട്ട്മെൻറ്റ് പരീക്ഷയിൽ ISROയിൽ ഏകദേശം 1.5 ലക്ഷം ആളുകളാണ് ഇന്നും പരീക്ഷ എഴുതുന്നത്. ഈ പോകുന്നവരെല്ലാം ഒരിക്കലെങ്കിലും ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് ഇന്ത്യയുടെ ഒരു എക്കോണമി ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇന്ത്യ ആയിരുന്നു ആദ്യത്തെ വിക്ഷേപണത്തിൽ തന്നെ വിജയകരമായിട്ട് ചൊവ്വയിലെത്തിയ രാജ്യം. ഇനിയിപ്പോൾ നമ്മൾ മംഗളയാൻ്റെ 2ാമത്തെ വിക്ഷേപണത്തിൻ്റെ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അവിടെ പോയി ലാൻഡ് ചെയ്യാനാണ് ഇതിൻ്റെ ഉദ്ദേശം. എല്ലാ നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഭൂമി ഇരുന്നുകൊണ്ട് ഏകദേശം 5000-ഓളം അത്തരം ഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ 5000 ഗ്രഹങ്ങൾ ഏകദേശം 100ഓളം ഭൂമിയെപ്പോലെ ജലം, ലാവരൂപത്തിലുള്ളതും അന്തരീക്ഷമുള്ളതുമായ ഗ്രഹങ്ങളാണ്. അതായത് അനുകൂല സാഹചര്യങ്ങളുണ്ടായാൽ ജീവൻ ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു നാസയും ഇന്ത്യയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ, ഇസ്രോയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ടെക്നോളജിയിൽ വലിയ അന്തരമൊന്നുമില്ല. നാസയുടെ ഒരു വർഷത്തെ ബഡ്ജറ്റ് $50 ബില്യൺ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇത്തരം കമ്പനികൾ ഉണ്ടാക്കാനുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ന് ഇൻഡസ്ട്രിയിൽ ആളുകൾ സ്പേസിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത പ്രധാന തടസ്സം ഇത് വെച്ച് നമുക്ക് ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഉറപ്പില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ റോക്കറ്റും ഉപഗ്രഹങ്ങളും ആർക്ക് വിൽക്കും? ഞാൻ സ്പേസിൽ വന്നപ്പോൾ നട്ട് ബോൾട്ടുകളൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യായിരുന്നു. നമ്മൾ ഇന്ന് ഇൻഡസ്ട്രികളുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഇന്ന് ഇന്ത്യയിലാണ് എയറോസ്പേസ് ക്വാളിറ്റി ബോൾട്ടുകൾ അമേരിക്കയ്ക്ക് വേണ്ടി പോലും ഉണ്ടാക്കുന്നത്.